നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് കനത്ത തോൽവിയുണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു. അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയ വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം സംസാരിച്ചത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ വർഷത്തോളം, ഏതാണ്ട് ഒരു വർഷത്തിലധികമായി നടത്തിയ സമരം ഐതിഹാസികപരമായ ഒരു സമരം തന്നെയായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്തും പൊരിവെയിലത്തും രാപ്പകൽ സമരമായിരുന്നു അവർ നടത്തിയിരുന്നത്. മഴ കൊള്ളാതിരിക്കുവാൻ വേണ്ടി അവർ ടർപ്പോളിൻ കൊണ്ട് വച്ച് കെട്ടിയ താൽക്കാലികമായ ഷെഡിനടിയിൽ നിന്നുകൊണ്ടാണ് അവർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി 100 രൂപയെങ്കിലും ഓണറേറിയം കൂട്ടിത്തരുവാൻ വേണ്ടിയുള്ള ഒരു സമരം നടത്തിയത്. എന്നാൽ സ്ത്രീകളാണ് എന്നുള്ള പരിഗണന പോലും കാണിക്കാതെ അവർ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ വലിച്ചു കെട്ടിയിരുന്ന ടർപ്പോളിൻ രാത്രിക്ക് രാത്രി പിണറായി വിജയന്റെ പോലീസുകാർ കയറി ചെന്ന് പട്ടാളം കയറി ഇറങ്ങിയതുപോലെ എന്തോ വലിയ സുരക്ഷാ പ്രശ്നം ഇവിടെ ഉണ്ടാകും ഈ ടെന്റ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് മഴയത്ത് മഴ കൊള്ളാതെ കയറി നിന്ന പാവപ്പെട്ട ആശാവർക്കർമാർ, പ്രായമായ സ്ത്രീകളും കുട്ടികളുമെല്ലാം അടങ്ങുന്നവർ കയറി നിന്ന് സമരം ചെയ്തിരുന്ന ആ സമരപ്പന്തൽ രാത്രിക്ക് രാത്രി പോലീസിനെ കൊണ്ട് പിണറായി വിജയൻ അഴിച്ചു മാറ്റിക്കുകയായിരുന്നു. ഉദ്ദേശം സമരം പൊളിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ തീയിൽ കുരുത്തത് വെയിലത്ത് പാടുമോ എന്നുള്ള ചോദ്യം പോലെ ആശാവർക്കർമാർ അവരുടെ അതിജീവന സമരം തന്നെയായിരുന്നു. കഞ്ഞി കുടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കുവാൻ വേണ്ടിയുള്ള സമരമായതിന്റെ പേരിൽ മഴയല്ല വെയിലല്ല തീ മഴ പെയ്താലും മുകളിൽ ഒരു കുട പോലും ഇല്ലെങ്കിലും ഞങ്ങൾ സമരം ചെയ്യുമെന്നുള്ള ധാരണയിൽ അവർ ആ സമരം മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി. ഇത് പിണറായി വിജയനെ കൂടുതൽ ക്ഷോഭിപ്പിച്ചു. ചർച്ചകൾക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജിന്റെ നേതൃത്വത്തിൽ 2 തവണ ചർച്ച എന്ന പ്രഹസനം നടത്തി വീണ്ടും അവർ കളിയാക്കി വിട്ടു. കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ആ വിഹിതം തരട്ടെ, എന്നാൽ സംസ്ഥാന സർക്കാർ തരാം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ നാടകം കളിച്ചു മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള കുറെ വർത്തമാനങ്ങളും പത്രക്കുറിപ്പുകളും ഇറക്കി പിണറായി വിജയനും ഇടതുപക്ഷ സഹാക്കന്മാരും തടി തപ്പുന്ന കാഴ്ചയാണ് കണ്ടത്. അന്ന് അണ്ണാക്കിൽ പിരിവെട്ടിയിരുന്ന ബിനോയ് വിശ്വം ഇപ്പോ മാധ്യമങ്ങളോട് പറയുന്നു, ആശാവർക്കർമാരോട് നീതി കാണിച്ചില്ല പിണറായി വിജയൻ ഇടത് സർക്കാർ എന്ന്. ബഹുമാന്യനായ ബിനോയ് വിശ്വത്തിനോട് ഒരു കാര്യം ചോദിക്കട്ടെ, അല്പമെങ്കിലും ഉളുപ്പുണ്ടോ സഖാവേ നിങ്ങൾക്ക്? പൂരപ്പിറ്റേന്ന് വെടിവെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പൂരപ്പിറ്റേന്ന് തൂക്കം നടത്തുക എന്നുള്ളൊരു ചൊല്ലു മലയാളത്തിലുണ്ട്. തോന്നേണ്ട സമയത്ത് ചോദിക്കണം. സായിപ്പിനെ കാണുമ്പോൾ മുട്ടിടിക്കും കവാത്ത് മറക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേരെ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ മുട്ടിടിച്ച് മുണ്ടിൽ മൂത്രം ഒഴിക്കുന്ന രീതിയായി പോയി ബിനോയ് വിശ്വം ചെയ്തത്. ബിനോയ് വിശ്വം എന്ന ഇടതുപക്ഷ നേതാവിനോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ചെയ്തത് പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഭാഷ ഞാൻ പറയുന്നില്ല. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സുധാകരന്റെ ചില ചെയ്തികളോട് വിശേഷിപ്പിച്ച ചില തരം ഉണ്ടല്ലോ, ആ തരത്തിന് മുമ്പിൽ 1-2 വാക്കുകൾ വേറെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതായിപ്പോയി ഇപ്പോൾ ബിനോയ് വിശ്വം ചെയ്തത്. എന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരത്തോട് നീതി കാണിച്ചില്ല എന്നുള്ളത് ആ സമയത്ത് പറയാൻ കഴിയാതെ പോയത്? അപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കൂട്ടുനിന്നു. ഇത് തന്നെയാണ് CPIയുടെ ഘടകകക്ഷികളുമായി ആലോചിക്കാതെ, CPIയുമായി ആലോചിക്കാതെ CPI ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കളും ഇടത് പ്രസ്ഥാനവും എതിർത്ത സർക്കാർ സ്കൂളുകളെ കാവ്യവൽക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ PM ശ്രീയെ എതിർത്തപ്പോൾ അതിൽ ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും പോയി ഒപ്പിട്ട് കൊടുത്തു. PM ശ്രീ സർക്കാർ സ്കൂളുകളിൽ അംഗീകരിക്കാൻ ഏതാണ്ട് 750 കോടി രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ രായ്ക്കരായമാനും ശിവൻകുട്ടിയും പോയി ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതായിരുന്നു പരാതി. ആ കാര്യത്തിൽ പിണറായി വിജയൻ CPI അനുനയിപ്പിക്കാൻ ഒരുപാട് പണി ചെയ്തെങ്കിലും അന്ന് ബിനോയ് വിശ്വം കൃത്യമായ നിലപാടുകളോടുകൂടി നിലകൊള്ളുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടി. അപ്പോഴും ബിനോയ് വിശ്വത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ധാർഷ്ട്യവും അഹങ്കാരവും ചില നേതാക്കന്മാരുടെ സാധാരണ ജനങ്ങളോടുള്ള പെരുമാറ്റ രീതിയിലും ഉണ്ടായ കർക്കശ സ്വഭാവം തന്നെയാണ് ഇടതുപക്ഷത്തിന് കനത്ത തോൽവി ഉണ്ടായത്. പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം അത് ഏറ്റ് പറഞ്ഞത്. പിണറായി വിജയൻ അല്ലാതെ കർക്കശത്തോടുകൂടി, മര്യാദയില്ലാതെ, കടക്ക് പുറത്ത് എന്ന് പത്രക്കാരോട് പറയുന്നത് പോലെ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ചെറ്റത്തരമായി, കുലംകുത്തി എന്നിങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ഇടതുപക്ഷത്തിലെ മറ്റ് നേതാക്കന്മാരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഇത്രത്തോളം ധാർഷ്ട്യവും തൻപോരിമയോടും കൂടി പെരുമാറിയ മറ്റൊരു നേതാവ് കയ്യിലുണ്ടായിരുന്നില്ല. അധികാരത്തിന്റെ, അഹങ്കാരത്തിന്റെ ഹുങ്ക് തന്നെയായിരുന്നു പിണറായി വിജയന്റെ വാക്കുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അത് പിണറായി വിജയന്റെ അത്തരം നടപടി ദൂഷ്യങ്ങൾ കൊണ്ടാണ് ഇടതുപക്ഷം തോറ്റത് എന്ന് ബിനോയ് വിശ്വം ഇപ്പോൾ പറയുമ്പോൾ എന്നെങ്കിലും ഒരു സമയത്ത് പിണറായി വിജയനെ തിരുത്തുവാൻ ബിനോയ് വിശ്വം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഭരണം പോയി, പിണറായി വിജയന്റെ അധികാരം പോയി. അതുകൊണ്ട് പിണറായി വിജയന് നേരെ നിൽക്കാൻ ഇനി കെൽപ്പില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പിണറായി വിജയൻ ആരുമല്ല എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ ഞാഞ്ഞൂളിനും ഇടിവെട്ട് വരുമ്പോൾ പത്തി വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ബിനോയ് വിശ്വം നേരെ നിന്ന് സംസാരിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായ പാപ്പരത്വമാണ് സഖാവേ.
നേരായ രീതിയിൽ പറയുക. തൊഴിലാളി വർഗത്തിന്റെ, അടിസ്ഥാന വർഗത്തിന്റെ, അധസ്ഥിത വർഗത്തിന്റെ, അടിയാള വർഗത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ഉണ്ടായ പാർട്ടിയാണ്, വിപ്ലവ പ്രസ്ഥാനമാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അടിയാള വർഗത്തിന്റെ, അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട പാർട്ടി ആശാ വർക്കർമാരുടെ പോലുള്ള ഐതിഹാസികമായ സമരങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ക്രൂരത കാണിച്ചപ്പോൾ ഇത് ക്രൂരതയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ നയമല്ല എന്ന് പറഞ്ഞ് തിരുത്തിക്കാൻ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് രാഷ്ട്രീയപരമായ പാപ്പരത്ത്. താടിയുള്ള അപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്ന പോലെ പിണറായി വിജയനെ കാണുമ്പോൾ ഒരക്ഷരം മിണ്ടില്ല. പിന്നീട് മാധ്യമങ്ങളെ കാണുമ്പോൾ ആരെങ്കിലും അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അന്ന് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോഴെല്ലാം ഉരുണ്ട് കളിച്ച് ഒതളങ്ങ വെള്ളത്തിൽ കിടന്ന് പറയുന്നത് പോലെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്, ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഭരണം പോയി കഴിഞ്ഞപ്പോൾ എല്ലാം കൈവിട്ടു പോയി 35 സീറ്റിലേക്ക് ഇടതുപക്ഷം ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി. ജനം കൃത്യമായി തന്നെ ചിന്തിച്ചിരിക്കുന്നു. കേരളത്തിൽ സാക്ഷരത കൂടിയത് കുഴപ്പമായി പോയി എന്നുള്ള തരത്തിൽ തന്നെയായി പോയി. പണ്ട് ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞതുപോലെ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് നമുക്ക് അടിയായി എന്ന് പറഞ്ഞതുപോലെ ബിനോയ് വിശ്വവും അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ബിനോയ് വിശ്വം നടത്തിയ ആ പ്രസ്താവന തന്നെയാണ് ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. ബിനോയ് വിശ്വം എന്ന ഇടതുപക്ഷ നേതാവിനെ നമ്മൾ എപ്പോഴും ആദരവോടുകൂടി കാണുന്നു. അദ്ദേഹത്തിന്റെ കവിത എഴുതാനുള്ള ശീലം, അദ്ദേഹത്തിന്റെ ബുദ്ധി വൈഭവം, അതുപോലെ ബൗദ്ധികമായ കഴിവുകളെല്ലാം അംഗീകരിക്കുന്നു. എന്നാൽ കാര്യം യഥാർത്ഥമായ വസ്തുത യഥാർത്ഥ സമയത്ത് നേരായ സമയത്ത് വിളിച്ചു പറയുന്നതിൽ അദ്ദേഹം വിമുഖത കാട്ടി. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പാപ്പരത്വം തന്നെയാണ്. പിണറായി വിജയനെ കാണുമ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറഞ്ഞ പോലെ പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിടിച്ച് മുണ്ടിൽ മുള്ളിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്താതെ പോയത്. അത് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നും അടയാളപ്പെടുത്തി വയ്ക്കുന്ന കാര്യം തന്നെയാണ്. താങ്കളുടെ കൂടി അനാസ്ഥ കൊണ്ടാണ് ആശാ വർക്കർമാർ വർഷങ്ങളോളം സമരം ചെയ്തിട്ടും അവർക്ക് നീതി ലഭിക്കാതെ പോയത്. അതിൽ താങ്കൾക്കും ഒരു പങ്കുണ്ട് എന്ന് ബഹുമാന്യനായ ബിനോയ് വിശ്വത്തെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.